സൂപ്പർ. നിവേദൂട്ട, മീനാക്ഷി ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. ആ മൂവ്മെന്റ്സും എല്ലാം, ഡ്രസ്സും കളറും തീമും. മോഹൻലാലും മോഹൻലാലും അത് ഉണ്ണിമൂന്തൻ, മോഹൻലാൽ പേര് പെട്ടെന്ന് മാറി. അല്ല അതെന്താ അവിടെ കാണിച്ചത്? മോഹൻലാലും ഉണ്ണിമൂന്തനും ദിവ്യ ഉണ്ണി ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചേക്കാന്ന്. അവരെ മുഖം ഉണ്ടോ അതില്? ആണോ? ശരിക്കും അവരാ? മോനെ ഒരു പേപ്പറിൽ എഴുതി താഴെ ഒട്ടിക്കണം. ദിവ്യ ഉണ്ണിയെ ചെയ്തപ്പോ ഉണ്ണിമൂന്തനായി പോയി. മോഹൻലാലും ഉണ്ണിമൂന്തന്ന്. ഇത് പരിചയപ്പെടുത്തും മീനാക്ഷിനെ. ഞങ്ങൾ രണ്ടാളും കോഴിക്കോട് പരിപാടിയിലൊക്കെ കാണുന്നുണ്ട്, മത്സരത്തിനും അങ്ങനെ കണ്ട് പരിചയതാ ഞങ്ങൾ. ശരി. അപ്പൊ ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ് മീനാക്ഷി ചേച്ചിനെ വിളിച്ചത്? ഈ ഒരു പാർട്ട്ണർ കണ്ടപ്പോ പെട്ടെന്ന് ഓർമ്മ കിട്ടിയ മീനാക്ഷി ചേച്ചിനെയാ. അല്ല, ഈ ഒരു റൗണ്ട് അപ്പൊ മീനാക്ഷി ചേച്ചിനെ ഓർമ്മ വന്നേ. അപ്പൊ തന്നെ മീനാക്ഷി മീനാക്ഷി ചേച്ചിയുടെ എന്താ പറഞ്ഞേ നീ? ആദ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട്, റൗണ്ട് ഉണ്ട്, വരുമോ? അപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വരാം. അങ്ങനെയായിരുന്നു എക്സ്പ്രഷൻ ശരിക്കും മീനാക്ഷി? ഏകദേശം. കോഴിക്കോട് പാട്ട് മത്സരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾ അല്ലേ? എങ്ങനെ ഇവ നന്നായിട്ടൊക്കെ പാടും അവിടെ? പിന്നെ അതെ. ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ആരോടാ ചോദിക്കണ്ടേ? പറഞ്ഞു. തക്കടു, എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായി എടുത്തുകൊണ്ടുവന്നത്. എപ്പോ കേട്ടാലും നമുക്ക് ഒരു ജോളി ഫീലാണ് ഇത് കേൾക്കുമ്പോ. സൂപ്പർ. മീനാക്ഷി പാടിയത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. നന്നായി പാടി മോള്. താങ്ക് യു മാഡം. നല്ല വോയിസ് ആണ്, നന്നായി പാടി, നല്ലോണം സപ്പോർട്ട് ചെയ്തു. താങ്ക് യു. നല്ല കോറിയോഗ്രഫി ആയിരുന്നു. ഇങ്ങനെ ഓടി നടന്ന് ഇതായിരുന്നു, ഇപ്പുറത്ത് പിടിച്ചു വലിക്കുന്നു, അപ്പുറത്തുനിന്ന് പിടിച്ചു വലിക്കുന്നു. പാവം പാടാൻ പറ്റുന്നില്ല. ഇപ്പുറത്തേക്ക് വലിച്ചിട്ട് ഈ സ്റ്റെപ്പ്. അവൻ ബുദ്ധിമാനാ, അവന് വലിയ സ്റ്റെപ്പ് ഇട്ടില്ല. മീനാക്ഷിക്ക് കൊടുത്തു എല്ലാ സ്റ്റെപ്പും. അതെ, പണിയൊക്കെ എടുപ്പിക്കാം. അങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട്. മിടുക്കാ ഫീലേഷ്, നന്നായി പാടിടാ. ഈ പാട്ട് ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്താണോ? നല്ല ഇഷ്ടമായി പാട്ട്. നല്ല ഇഷ്ടം. എത്ര ഇഷ്ട? അതെന്തൊരു ഭയങ്കര ഇഷ്ടം. നല്ല പാട്ടിടാ. നമ്മുടെ വിദ്യാജിയുടെ പാട്ട്. ഡീറ്റെയിൽസ് പറ പാട്ടിന്റെ. ലിറിക്സ് ചെയ്തത് ഗിരീഷ് പുത്തഞ്ചേരി സാർ. മൂവി വർണ്ണപ്പകിട്ട് പാടിയത് MG സാറും സ്വർണ്ണലത മാമും. പിന്നെ മ്യൂസിക് വിദ്യാസാഗർ സാർ. ഓ വെരി ഗുഡ്. നമ്മുടെ ശ്രീകുമാർ സാർ, ഹരി ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറയാം, ശ്രീകുമാർ സാറിന്റെ ഒരു വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രെൻഡ് മേക്കർ വോയിസ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. അത് സാർ പാടുമ്പോഴുള്ള എക്സ്പ്രഷൻസ് എത്ര ഈസി ആയിട്ടാണ് പാടുന്നത്. ഞാനൊരു ഫാനാണ് അന്ന് മുതലേ. അപ്പം അത്ര മനോഹരമായിട്ട് സാർ പാടിയ പാട്ട്. ഇത് എല്ലാവർക്കും അറിയാം. ഈ പാട്ടിനകത്ത് എവിടെയെങ്കിലും തെറ്റിയാലും ഇതെങ്ങനെ പോകുന്നു, സഞ്ചാരം മുഴുവൻ എല്ലാരും പാടും. എന്തെങ്കിലും പറ്റിയും തോന്നുന്നുണ്ടോ ഇതിനിടയില്? എന്താ സംഭവിച്ചത് അതിനകത്ത്? എനിക്കൊന്നും തോന്നിയില്ല. ഞാന് മൂഡിലങ്ങ് പാടി. അപ്പൊ എവിടെയും ഓണമൂട് എവിടെയും ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടോ? അങ്ങനെയാണോ? അതോ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പാടിയോ? എനിക്ക് പെർഫെക്റ്റ് ആയി പാടി. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ നന്നായിട്ട് പാടി. മീനാക്ഷിക്ക് എന്തെങ്കിലും തോന്നിയോ? എനിക്കും അങ്ങനെ തോന്നിയില്ല. രണ്ടാളും നന്നായി. അപ്പൊ ഞങ്ങളുടെ കുഴപ്പമായിരിക്കും. എന്റെ പൊന്നു മക്കളെ, നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ പാട്ടിന്റെ അവസാനം ശരിക്കും എല്ലാരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു സംഗതി. ആ സംഗതി മോനെ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി പാടിത്തരോ എനിക്ക്? ഓരോ നാളും ഉത്സവമാ. അതെന്താണ് അവിടെ ഒരു വെപ്രാളം മോനെ? അത് ക്ലിയർ ആവുന്നില്ല. സ്ലോ ആക്കി പാട്. അത് ഫിനിഷ് ആവുന്നില്ലടാ. ശ്വാസം തീർന്നു അതിന് മുന്നേ ഒന്നുകൂടെ ഒറ്റയടിക്ക് പാട്. കുറവല്ലേ മോനെ അതില്? മോളൊന്നത് പാട്. ഓരോ നാളും ഉത്സവമായി. അത് വരണ.
അതുവരെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സാധനം കേൾക്കുന്നില്ലടാ. ഇങ്ങനെയൊക്കെ കേൾക്കുന്നുള്ളു. ക്രിസ്പായിരിക്കണം ആ സാധനം. അയ്യോ അത് പെർഫെക്ഷൻ വേണോടാ. പെർഫെക്റ്റ് ആവണം അത് കേട്ടോ. അതേപോലെ മോളും ആ സംഗതി ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടുപേരും ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരാളത് കൃത്യമാക്കുന്നു വിചാരിച്ചു. പക്ഷെ മോളുടെ ഇതിലും കുറച്ചൊരു ഓട്ടം, ഒരു വെപ്രാളം, ആ സംഗതി പേടിച്ചിട്ടാണ് നിങ്ങൾ ഈ പാട്ട് തുടങ്ങിയത് എന്നുള്ളൊരു ഫീലിംഗ് വരും. അത് തീർന്നപ്പോഴത്തേക്ക് രണ്ടാളും റിലാക്സ്ഡ് ആയി. അതെ, നിങ്ങൾക്ക് എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആ സംഗതി പാടി തീർത്താൽ മതിയായിരുന്നു. അതാദ്യം പാടിയതെങ്കിൽ ഇതേ എന്തോന്നാടാ നീ? ഞാൻ ചുമ്മാ അങ്ങനെ ആരെങ്കിലും കയറി പാടുവോടാ? പാട്ട് തുടങ്ങി മാണിക്കല്ല ആരെങ്കിലും പാടാം, അടി തരും നിനക്ക്. അതാണ് ശരിക്കും ഈ പാട്ടിന്റെ ഒരു സ്റ്റാമ്പ്, ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ആ സംഗതിയാ. അപ്പൊ അവിടെയാണ് ഞങ്ങൾ കാതോർത്തിരുന്നത്. അവിടെ കൃത്യമായിട്ട് മോൻ അത് കൊണ്ടുപോയിട്ട് അത് ഫിനിഷ് ചെയ്തില്ല. ആ ശ്വാസം കാരണമോ എന്താണെന്നറിയില്ല, അവിടെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. അത് ഭംഗിയാക്കിയിരുന്നെങ്കിൽ ഈ പാട്ട് കംപ്ലീറ്റ് ആയിനെ. അതുകൊണ്ട് ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ. ഞാനത് എക്സ്പെക്ട് ചെയ്തു. കാരണം അവൻ അസലായിട്ട് പാടും, നിവേദിന് പറ്റും. പക്ഷെ ആദ്യത്തെ പാട്ടിൽ പറഞ്ഞ പോലെ ആ ശ്വാസ തടസ്സം, ആ പ്രശ്നമുണ്ട്. അത് മോനെ ഒന്ന് എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യണം. ഓക്കെ കേട്ടോ? അല്ലാതെ ബ്യൂട്ടിഫുൾ സിംഗിങ്, നല്ല സോങ് സെലക്ഷൻ, ഭംഗിയുണ്ട്. രണ്ടുപേരും നല്ല ഉടുപ്പൊക്കെ ഇട്ട് കുട്ടപ്പന്മാരായിട്ട് വന്നു. കുട്ടപ്പിയും ഒരു കുട്ടപ്പനും ഒരു കുട്ടപ്പിയും. സുന്ദരൻ. ഓക്കെ, ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ, ഓ നല്ല പാട്ടടാ. നല്ല എന്താ പറയണ്ടത്, നല്ല ഒരു സുഖമുള്ള എന്നാൽ ഈസിയായിട്ട് പാടി തീർക്കാനും പറ്റാത്ത ഒരു പാട്ട്. ഇത് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ സംഗീത സംവിധായകൻ ചതിക്കുഴികൾ കുഴിച്ചിട്ടിട്ടുണ്ട് വീണ് ചാവാൻ വേണ്ടി. കേട്ടോ, ഞാനിത് കാലം വിദ്യാണ്ണനെ കാണുമ്പോൾ പറയാം. അങ്ങനെയാകുമ്പോ പിന്നെ ശരത് സാറിന്റെ വീട്ടില് ഫുൾ കത്തായിരിക്കും. കുഴിയോട് കുഴിയേ ഉള്ളൂ, കുഴിയേ ചെയ്ത് സമ്മതിച്ചു. എന്താന്ന് ഇല്ല, ഞാൻ പറഞ്ഞതാ. ഇത് ആരെ എഴുതിയതെന്ന് അറിയാമല്ലോ കുഞ്ഞിന്. മക്കളെ, MG ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ. അണ്ണൻ പാടുന്നത് നമുക്ക് വേറെ ഒരാളെ കൊണ്ടും അതിന് മാറ്റി പാടിക്കാനുള്ള ഒരു സ്കോപ്പില്ലാത്ത ഒരു മനുഷ്യനാണ്. ആ അസാധ്യം. ഞാൻ ഇന്ന് ഉച്ചയ്ക്കും ഞാൻ ഹരിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ, കാര്യം അവൻ്റെ ബ്ലഡല്ലേ അണ്ണാച്ചി, ഞാൻ പറഞ്ഞു എന്തൊരു പാട്ടാടാ. കാര്യം എത്ര പാട്ടുകളാണ് അതിമനോഹരമായിട്ട് ഈ ഒരു ഫെസിലിറ്റീസും ഇല്ലാതിരിക്കുന്ന സമയത്തെ അണ്ണാച്ചി കീറി പാടി വെച്ചിട്ടുണ്ട്. അത് അസാധ്യ പാട്ടുകൾ. അത് എപ്പോഴാണെങ്കിലും അണ്ണൻ്റെ പാട്ട് കേൾക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ വിളിച്ച് ഞാനിത് പറയാം, അണ്ണാ ഈ പാട്ട് കേട്ട് ഓക്കടെ അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം. MG അണ്ണൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ ബെൻസ് കാർ തന്നുകൊണ്ടൊന്നും അല്ല കേട്ടോ, അങ്ങനൊന്നും ചെയ്യത്തേ ഇല്ല അണ്ണൻ കേട്ടോ, അത് അങ്ങനെ പേടിക്കണ്ട. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ട് അസാധ്യം. അതും ലൈവ് ഷോ ഒക്കെ അണ്ണൻ അങ്ങ് എടുത്തോണ്ട് പോകും ഈ ജനങ്ങളെ എല്ലാം കൊണ്ട്. പിന്നെ നമ്മളൊന്നും അവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. MG അണ്ണനെ ഞാൻ ആദ്യം എൻ്റെ ഈ ഒരു അവസരത്തിൽ എൻ്റെ സ്നേഹം ഞാൻ വാരിക്കോരി ഒഴിക്കുകയാണ് MG അണ്ണൻ്റെ തലവഴി കേട്ടോ. ലവ് യു അണ്ണാജി, ലവ് യു സോ മച്ച്. പിന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പാട്ടുകാരി ആരാന്നറിയാമല്ലോ? ആരാണ്? സ്വർണ്ണലത. ഒരു പാവം സ്വർണ്ണലത ബിസി ആവുന്നതിന് മുമ്പൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കവാറും ദിവസങ്ങളിൽ വരും. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പാടും. അത് സ്വർണ്ണലത ഇങ്ങനെ കുനിഞ്ഞിരുന്ന് തന്നെ പാടും. ഞങ്ങളൊക്കെ പാടി എണീറ്റ് പോയാലും സ്വർണ്ണലതയ്ക്ക് അറിഞ്ഞുകൂടാ, കാര്യം കുനിഞ്ഞിരിക്കുക. അങ്ങനൊരു പാവം. പിന്നെ പല റീ റെക്കോർഡിങ്ങുകളും ഞങ്ങൾ പാടിയിട്ടുണ്ട്. അത് പല അപകടം പിടിച്ച സംഭവങ്ങളും ഞങ്ങൾ പോയി അബദ്ധത്തിന് പെട്ട് നിന്ന് പാടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർത്തു മക്കളെ കേട്ടോ. പിന്നെ ഈ പല്ലവിൽ ഏതോ ഒരു സ്ഥലം നിനക്ക് പോയി, ഞാനത് പിന്നെ എഴുതിയില്ല, പോട്ടെ എന്ന് വിചാരിച്ച്. നിന്റെ തുടക്കം നല്ലതായിരുന്നു, പിന്നെ അങ്ങ് പോയി. ഫിനിഷിങ് ആയപ്പോഴത്തേക്ക് തേഞ്ഞ് മാഞ്ഞ് പോയി അത് കേട്ടോ. അതങ്ങനെ വരരുത്. അപ്പം മക്കളെ, എന്തൊക്കെയാലും കുറേ സന്തോഷമുണ്ടായി. നീ ഒരു നല്ല രസമുള്ള നല്ലൊരു ഒരു ഗുംപാട്ട. മീനാക്ഷിയാണ് മക്കളുടെ ഉണ്ണിമുകുന്ദൻ അല്ലേ? അയ്യോടാ, തീർന്നു. ഇനി അവൻ അതേ ഉള്ളൂ. അല്ല, എന്തൊക്കെയാണ് ചേച്ചി അനിയനും കൂടെ. അത് നല്ല രസമായിരുന്നു, അത് ഓടിപ്പിടിച്ച് കളിക്കുന്നത്. ലവ് യുടാ രണ്ടുപേരെ. ഹരിച്ചേട്ടാ. നിവേദ് മോനെ നന്നായിട്ട് പാടിയാടാ, നന്നായിരുന്നു ആക്ച്വലി, സൂപ്പറായിട്ട് പാടി രണ്ടുപേരും കേട്ടോ. രണ്ടുപേരും ഇന്ന് മീനാക്ഷിയുടെ പാട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് ടു സൂപ്പർ സ്റ്റാർ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ ഒരുമിച്ച്? അടിപൊളിയായിരുന്നു പ്രാക്ടീസ് ഒക്കെ. അങ്ങനെ നിവേദ് ഇങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, എല്ലാം സഹായിച്ചോ പ്രാക്ടീസിനൊക്കെ? അതോ കുരുത്തക്കേടായിരുന്നു, ഉഴപ്പനായിരുന്നു, കുരുത്തം കെട്ടവനായിരുന്നു അല്ലേ?
ഉഴപ്പുണ്ടായിരുന്നോ? ഏയ് അതൊന്നുമില്ല. ഇല്ല. ഓക്കെ. അപ്പൊ നിവേദ, നല്ല പാട്ട്, നല്ല ചോയ്സ്, എന്താ പറയാ, റൈറ്റ് സിംഗറിനെ കൊണ്ടുവന്നു. നിങ്ങൾ ഒരുമിച്ച് കുറെ മത്സരത്തിലൊക്കെ അല്ലേ? എന്തായാലും രസമായിരുന്നു രണ്ടുപേരും പാടിയത്. പിന്നെ ആ സംഗതി അത് മാത്രമേ ഉള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഭയങ്കര പ്രഷറാണ് ആ സംഗതി ഉള്ളതുകൊണ്ട്. അത് വരുന്നത് വരെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കില്ല. അത് വന്നു കഴിയുമ്പോൾ പിന്നെ അതൊന്ന് തീർന്നു കിട്ടിയാൽ മതി ആ സംഗതി. ഞാനും ഈ പാട്ട് പാടാത്തതിന്റെ കാരണം ആ സംഗതി കാരണം. അയ്യോ എന്ത് ബ്യൂട്ടിഫുൾ സോങ് കിടിലമാണ്. അല്ല കിടിലൻ സോങ് ആണ്. പക്ഷെ അതോ തരരാന്നാണോ? രണ്ട് രീതിയിൽ പാടുന്നുണ്ട്. രണ്ട് ഓക്കെ. ശ്രീകുമാർ സാർ അത് ഫുൾ പാടുന്നുണ്ട്. ആ അതെ, ഗംഭീരം. കുറച്ചേ ഉള്ളൂ. ആ ചിലപ്പോ കിട്ടും, കിട്ടിയാ കിട്ടി. അപ്പോ അത് നിങ്ങൾക്ക് പറ്റും, രണ്ടുപേർക്കും പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. പിന്നെ വേറൊന്നുമില്ല മോനെ, ആ ജസ്റ്റ് മഞ്ഞും മഞ്ചാടിപ്പൂ അതൊന്ന് പാടാവോ? മഞ്ഞും മഞ്ചാടിപ്പൂ പൂക്കും തോടിയും പുള്ളിപ്പൂവാലിപ്പൈക്കൾ തൻ കൂറുമ്പും ഉള്ളും കുഞ്ഞാടിക്കൂട്ടവും പൂമീനും പൊന്മാനും പൂങ്കുയിൽ പാടും പാട്ടും ഓക്കെ മോനെ, ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. മൂക്കെന്തെങ്കിലും? ഇല്ല, ഇപ്പൊ അടഞ്ഞിരിക്കുക. ഇപ്പൊ അടഞ്ഞല്ലേ? പാടുമ്പോ അടഞ്ഞില്ലായിരുന്നു. അടഞ്ഞു പാടുമ്പോഴും മോനെ അടപ്പുണ്ടായിരുന്നു. അപ്പൊ ഒരു അതിന്റെ ഒരു ഫ്രീഡം മോന് കുറച്ച് കുറവുണ്ടായിരുന്നു. കുറച്ച് സ്ട്രഗിൾ ചെയ്യായിരുന്നു അത് പാടാൻ കേട്ടോ. അപ്പൊ ഇനി എടാ ഫൈനാലെ ആവാറായി. ഇനി നമുക്ക് ഫിനാലെ ആയി അതെ. അപ്പൊ ഇനി ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ചേട്ടാ. എന്തായാലും നിവേദുവിന്റെ കിളിയൊക്കെ പറന്ന ഒരു പരുവത്തിലായിരിക്കുന്ന സ്ഥിതിക്ക് ഞങ്ങള് രണ്ടുപേരും, ഞാനും അത്തവും ചേർന്ന് ഒരു പുതിയൊരു ഇന്ന് ഹാപ്പി ശരത് സാർ. അപ്പൊ അത്തവും മൂലവും ചേർന്ന് ഞങ്ങള് അയ്യേ ആണ്. മക്കളെ, നിന്റെ പറന്നുപോയ കിളിയെ തിരിച്ചു പിടിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ മഞ്ചരി. ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ സക്സസ്ഫുള്ളി അവന്റെ കിളി തിരിച്ചു വന്നിരിക്കുകയാണ്. വന്നോ? വെരി ഗുഡ്. വന്നു. നിവേദ്, നിവേദിന് ഇന്നത്തെ പെർഫോമൻസിന് 8.6. താങ്ക് യു മാം. ശരത് സാർ മക്കളെ 8.7. താങ്ക് യു സാർ. ഞാൻ എത്ര തരണം? 7 വേണോ 7.5 വേണോ? അതൊരു ഡൗട്ട്. 2 ഇട്ടോ? 2 ഇടാല്ലേ? ഓക്കെ, സോ ടോട്ടൽ 17.3. ആൻഡ് താങ്ക് യു മീനുട്ടി, നമ്മുടെ നിവേദുട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്.